ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു പട്ടാള അട്ടിമറിക്ക് സാധ്യതയില്ലാത്ത രാജ്യമാണ് ഇസ്രായേലെങ്കിലും സർക്കാരിനെ നെതന്യാഹുവിനെയും അനുസരിക്കാൻ തയ്യാറാവാത്ത സൈനികരും സർക്കാർ ഉദ്യോഗസ്ഥരും കൂടാതെ ഓരോ ദിവസവും അക്രമങ്ങളും പോലീസുമായുള്ള പൊതുജനങ്ങളുടെ ഏറ്റുമുട്ടലുകളും പ്രതിഷേധ പ്രകടനങ്ങളും കൊണ്ട് നെതന്യാഹുവിനെ ബലമായി താഴെയിറക്കാൻ പോലും കഴിയുന്ന തരത്തിൽ ഇസ്രായേലിന്റെ ആഭ്യന്തര പ്രശ്നം ഇപ്പോൾ വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഞങ്ങൾ ചത്തുമടുത്തു, അതുകൊണ്ട് ഇനി ചാവാൻ മനസ്സില്ല, മര്യാദയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് ജൂതർ നെതന്യാഹുവിനോട് ഇപ്പോൾ തർക്കിക്കുന്നത്. ജീവിതത്തിന്റെ പവിത്രതയാണ് പ്രതികാരത്തിന്റെ ദൈവം എന്ന വാക്കിനേക്കാൾ പ്രധാനം മിസ്റ്റർ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ഇസ്രായേലി സൈനികരാണ് ഇപ്പോൾ നെതന്യാഹുവിന് കത്തയച്ചിരിക്കുന്നത്. സൈന്യത്തിന്റെ വ്യത്യസ്ത ഡിവിഷനിൽ നിന്ന് ഓരോ ദിവസവും കൂടുതൽ സൈനികർ പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നതിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും 250-ലധികം മൊസാദ് സൈനികരും 200-ഓളം റിസർവ് മെഡിക്കൽ ഓഫീസർമാരും അടങ്ങുന്ന ഒരു സംഘം യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന കത്തുകളിൽ ഒപ്പുവെച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ സീനിയറായ യുദ്ധവിമാന പൈലറ്റുമാരും 8200 സീനിയർ സൈനികരും ഒപ്പിട്ട 2 കത്തുകൾ നെതന്യാഹുവിന് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ഡെപ്യൂട്ടി ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ ഉൾപ്പെടുന്ന വലിയ സംഘങ്ങളും യുദ്ധം അവസാനിപ്പിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചുകൊണ്ട് നെതന്യാഹുവിനെതിരായി പ്രവർത്തിക്കുന്നതിന് നേതൃത്വം നൽകുന്നുവെന്നും ഇസ്രായേൽ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. മൊസാദ് ഇന്റലിജൻസിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി വർഷങ്ങളായി ജോലി ചെയ്യുന്ന പ്രത്യേക സേവന മേഖലയിലെ വിദഗ്ധരായി ഞങ്ങൾക്ക് ഇനി കാത്തിരിക്കാനാവില്ല, അതുകൊണ്ട് പൈലറ്റുമാരുടെ കത്തിന് ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ അറിയിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രതിഷേധത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്നാണ്. എത്രയും വേഗം തട്ടിക്കൊണ്ടുപോയ 59 പേരെയും ഉടൻ തന്നെ രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കാനുള്ള ഒരു കരാറിൽ ഹമാസുമായി നെതന്യാഹു ഒപ്പുവെക്കണം എന്നവർ തറപ്പിച്ചു തന്നെ പറയുകയാണ്. ഇതുകൂടാതെ 2000-ഓളം മെഡിക്കൽ മേഖലയിലെ ഡോക്ടർമാരും പ്രധാനമന്ത്രിക്കുള്ള കത്തിൽ ഒപ്പിട്ടുകൊണ്ട് പ്രതിഷേധത്തിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ദിവസവും നെതന്യാഹുവിനെതിരായിട്ട് സർക്കാർ മേഖലയിൽ തന്നെ ഉള്ളവരിങ്ങനെ നിരന്തരമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നെതന്യാഹു അതിഭയങ്കരമായ പ്രതിഷേധ തീയിൽ ഇങ്ങനെ അയാളുടെ ഭരണകൂടം ആടി ഒളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറത്ത് കാണുന്നത് പോലെ ഇസ്രായേലിൽ ഇത്രയധികം സെൻസറിങ് ഉണ്ടായിട്ട് പോലും ഇവിടുന്ന് വാർത്തകൾ പുറത്തോട്ട് വരികയാണ്. അതിഭയങ്കരമായ പ്രതിഷേധവും രാജ്യത്താകപ്പാടെ അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കത്തയക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ, സൈനിക, അതല്ലെങ്കിൽ പൊതുജനങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഗസയിൽ തുടരുന്ന പോരാട്ടം പ്രധാനമായും നെതന്യാഹുവിന്റെ രാഷ്ട്രീയവും വ്യക്തിപരവുമായ താല്പര്യങ്ങൾക്കായി മാത്രമുള്ളതാണെന്നാണ്. അതിൽ ഞങ്ങൾക്ക് അത്യധികം വേദനയാണ് തോന്നുന്നത്. ഒരു സുരക്ഷാ ലക്ഷ്യവും ഇല്ലാതെ തുടർച്ചയായുള്ള പോരാട്ടം യുദ്ധത്തിന്റെ ഈ ലക്ഷ്യങ്ങളെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അവർ ഉദ്ദേശിച്ച യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കാനോ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാനോ ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തന്നെയുമല്ല, ഈ യുദ്ധം ഇസ്രായേലിലെ സൈനികരുടെയും ബന്ദികളുടെയും രാജ്യത്തെ പൗരന്മാരുടെയും ഒക്കെ ജീവന് വളരെയധികം അപകടമാണ് വരുത്തി വയ്ക്കുന്നത്. അതൊരിക്കലും സർക്കാർ കാണുന്നില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഗസയിൽ യുദ്ധം ചെയ്യുന്ന IDF-നെ സംബന്ധിച്ച് അവർക്കിപ്പോൾ യാതൊരുവിധ ലക്ഷ്യവുമില്ലെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. യൂത സൈന്യം ആകെ തളർന്നിരിക്കുകയാണ് എന്നും ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു. അത് സത്യം തന്നെയാണ് കേട്ടോ. ജീവന് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ലാത്ത വിധം യൂത സൈനിക ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുക എന്ന ഈ സൈനികരുടെ തന്നെ ആവശ്യം ഇതുകൊണ്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറുപക്ഷത്തെ കുറച്ച് ആളുകളെ കൊന്നൊടുക്കുന്നതല്ല യുദ്ധത്തിലെ മേൽക്കോയ്മയെന്നും വിജയമെന്നും നമുക്ക് പറയാവുന്നതാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സുരക്ഷിതമാക്കി കൂടി ചെയ്യുമ്പോഴാണ് ഒരു യഥാർത്ഥ വിജയമായി അത് മാറുന്നത്. നെതന്യാഹു ശരിക്കും ഒറ്റപ്പെടുന്നത് ഇക്കാര്യത്തിലാണ്. യുദ്ധം ഇപ്പോൾ അയാൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ജൂതർ തന്നെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇപ്പോൾ ഈ ജൂതർക്കാർക്കും യുദ്ധം വേണ്ട, പകരം ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രാജ്യത്ത് ഇപ്പോൾ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സൈനികരെന്നോ അല്ലെങ്കിൽ പൊതുജനമെന്നോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ എന്നോ അങ്ങനത്തെ യാതൊരു ഇതുമില്ലാത്ത രീതിയിലാണ് ഇവരെല്ലാവരും കൂടി ഇപ്പോൾ സർക്കാരെതിരായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കാരണം ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇസ്രായേലിൽ. നമ്മൾ പുറമേ കാണുന്നതൊന്നുമല്ല, വളരെ ദുരിതപൂർണമായ ജീവിതമാണ് ഇപ്പോൾ ഇസ്രായേലികൾക്കുള്ളത്. യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത അവസ്ഥയിലാണ് അവരിപ്പോഴുള്ളത്. യൂതർ
വല്ലാത്ത ഒരു ഭയത്തിൽ തന്നെയാണുള്ളത്. ഈ ജൂതർ പൂർണ്ണമായി നശിപ്പിക്കപ്പെടും എന്നൊരു ഭയം അവരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. സൈന്യം പോലും ഇക്കാര്യം വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത്ഭുതം. ഓരോ ദിവസവും ഇസ്രായേലിന് ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശത്രുക്കളുമായെല്ലാം എക്കാലവും ഏറ്റുമുട്ടി ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് സൈന്യം പോലും വിശ്വസിക്കുന്നുണ്ട്. വളരെയധികം ശ്രദ്ധയും പ്രതിരോധവും ഉണ്ടായിട്ട് പോലും കനത്ത നഷ്ടവും ആൾനാശവുമാണ് ഇപ്പോൾ ഇസ്രായേലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്പം ശ്രദ്ധ കുറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അത് വലിയൊരു അപകടത്തിലേക്കാകും ഈ ജൂതരാജ്യത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ജൂതന്മാർ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോൾ പ്രതിഷേധവുമായിട്ട് ഇങ്ങനെ നിലവിളിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാരൻ നെതന്യാഹു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അയാളെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും താഴെ ഇറക്കാൻ വേണ്ടി ഇവരെല്ലാവരും ഇപ്പോൾ കൂട്ടമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഗസയിലെ നിരപരാധികളായ ഈ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊന്നൊടുക്കുന്നതിൽ സൈന്യത്തിനൊപ്പം ആവേശം പ്രകടിപ്പിച്ചവർ പോലും ഇപ്പോൾ വല്ലാത്തൊരു നിരാശയിലാണുള്ളത്. മരണം അവർക്ക് മേലും വന്നുകൊണ്ടിരിക്കുകയാണ്. ജൂതർ ഇപ്പോൾ ഏറ്റവും അധികം ഭയക്കുന്നത് ഹൂത്തികളെയാണ് എന്നുള്ളതാണ് വാസ്തവം. ഒരു വിധത്തിലും ഈ ഹൂത്തികളെ കൈകാര്യം ചെയ്യാൻ അമേരിക്കയോ ഇസ്രായേലോ വിചാരിച്ചിട്ട് കഴിയുന്നില്ല എന്നതാണ് ജൂതരെ ഏറ്റവും അധികം നിരാശരാക്കുന്നത്. ഗസയിലെ ഓരോ ആക്രമണത്തിന് ശേഷവും അതിന് പകരമായി തുല്യമായ അളവിൽ തന്നെ ഹൂത്തികൾ ഈ ടെല്ലവീവിലും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഒരുപാട് നഷ്ടങ്ങളാണ് ഇസ്രായേലിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഗസ യുദ്ധം ശരിക്കും ഇസ്രായേലിൻ്റെ സമ്പന്നതയെ തകർത്ത് കളഞ്ഞു എന്ന് പറയുന്നതാണ് വാസ്തവം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളെ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് ജൂതർ തന്നെയാണ്. അതിന് കാരണം അവർ ഹൂത്തികളെ പോലെ തന്നെ ഇറാനെയും ഭയക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ചർച്ച പൊളിഞ്ഞാൽ അത് ജൂതരുടെ ജീവനെ തന്നെയാവും ബാധിക്കുക എന്ന ഭയം ഇസ്രായേലികൾക്കിടയിൽ പൊതുവായി തന്നെ ഉണ്ട്. എന്നാൽ അത് ആരും പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഇസ്രായേലിലെ വലിയൊരു സമ്പന്ന വിഭാഗവും ഈ രാജ്യം വിട്ട് ഇതിനകം തന്നെ പോയി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അവരുടെ ബിസിനസ്സുകളും സമ്പത്തുമെല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് അവരിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സുരക്ഷിതമല്ല എന്ന തോന്നലാണ് ഇങ്ങനെ ചെയ്യാൻ ഈ സമ്പന്നരായ ജൂതരെ പ്രേരിപ്പിക്കുന്നത്. ഇനി രാജ്യത്തുള്ളത് സാധാരണക്കാരായ കുറേ ആൾക്കാർ മാത്രമാണ്. അവർക്ക് പോകാൻ മറ്റേ ഇടമൊന്നുമില്ല. തന്നെയുമല്ല, ഈ സർക്കാർ സ്ഥാപനങ്ങളിലും ഈ സൈന്യത്തിലുമെല്ലാം ഇവർ സേവനമനുഷ്ഠിക്കുന്നതുകൊണ്ട് ഇവർക്ക് രാജ്യം വിട്ടു പോകാൻ കഴിയുന്നില്ല എന്നതും മറ്റൊരു കാരണം തന്നെയാണ്. ശരിക്കും ഗസയിൽ അകപ്പെട്ടതുപോലെ തന്നെ ഇസ്രായേലിൽ ജൂതരും അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസം ഹമാസ് 10 മിസൈലുകളാണ് അഷ്കലോണിലേക്ക് അയച്ചത്. ഈ ആക്രമണത്തിൽ വളരെയധികം ജൂതർ കൊല്ലപ്പെടുകയും അതിഭീകരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഹൂത്തികളും ഹമാസും നിരന്തരമായി ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സത്യം പറഞ്ഞാൽ ഈ ഗസയോട് ആൾക്കാർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സിമ്പതി ഉണ്ട്. അതുകൊണ്ട് ഗസയിലെ കൂട്ടക്കൊലയുടെ കഥകൾ മാത്രമാണ് എല്ലാവരും എടുത്തു പറയുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇസ്രായേലിന് ഈ ഗസയിൽ ഉള്ളതുപോലെ തന്നെ മരണവും നാശവും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ ജൂതരായതുകൊണ്ട് അതങ്ങനെ പുറത്തേക്ക് പറഞ്ഞ് അല്ലെങ്കിൽ അവർക്കൊരു സിമ്പതി വാങ്ങിക്കൊടുക്കാൻ ലോകത്തെ ഒരു മീഡിയകളും തയ്യാറാവുന്നില്ല എന്നൊരു സത്യവും അതിൻ്റെ പിന്നിൽ മറിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ മരണങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ ലോകത്തിന് മുന്നിൽ മറച്ചു വയ്ക്കാൻ ഇസ്രായേലിൽ കഴിയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഇതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കൂടുതൽ പ്രതികാരത്തോടെ ഗസയെ ആക്രമിക്കുന്നതിലൂടെ കൂടുതൽ അപകടം രാജ്യത്തിന് വിളിച്ചു വരുത്തുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്ന് സൈന്യം തന്നെ പറയുകയാണ്. അതുകൊണ്ടാണ് ഈ നെതന്യാഹുവിനെതിരെ പ്രതിഷേധിക്കാനും കത്തയക്കാനും ഒക്കെ സൈനികർ തന്നെ മുന്നോട്ട് വരുന്നത്. എന്നാൽ ഈ പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടരുമ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഹമാസുമായി ഒരു കരാർ ഉണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാവുന്നതിന് പകരം സർക്കാരിനെ വിമർശിക്കുകയോ അനുസരണക്കേട് കാണിക്കുകയോ കത്തയക്കുന്നതിൽ പങ്കുചേരുകയോ ഒക്കെ ചെയ്യുന്ന സൈനികരെയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവരുടെ പേരിൽ നടപടിയെടുക്കുമെന്നും അവരെ പിരിച്ചുവിടുമെന്നും ജയിലിൽ അടയ്ക്കുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തുകയാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി കാഷും ഈ നെതന്യാഹുവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിലൊന്നും പതറാതെ ഈ ഉദ്യോഗസ്ഥ വൃന്ദവും പൊതുജനങ്ങളുമൊക്കെ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രിക്കുമെതിരെ അതിരൂക്ഷമായ പ്രതിഷേധവും പ്രകടനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.